ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന പോയം ടു എ ഡെഡ് ക്രോ റിട്ടൺ ബൈ കാശി പ്രസാദ് ഘോഷ്. സോ കാശി പ്രസാദ് ഘോഷ് എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഹി വാസ് എ ഫസ്റ്റ് പ്യുവർ ഇന്ത്യൻ ഹു റോട്ട് പോയട്രി ഇൻ ഇംഗ്ലീഷ്. ബിക്കോസ് അദ്ദേഹം കറക്റ്റായിട്ട് ഇന്ത്യൻ ഡിസെൻറ്റിൽ വരുന്ന ഒരു റൈറ്ററായിരുന്നു, ഇംഗ്ലീഷ് റൈറ്ററായിരുന്നു. സോ നമ്മൾ പറയാറുണ്ട് ഹെൻറി ഡെറോസിയോ ആണ് ഫസ്റ്റ് ഇന്ത്യൻ പോയറ്റ് എന്നുള്ളത്, ഹു റോട്ട് പോയട്രി ഇൻ ഇംഗ്ലീഷ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പക്ഷേ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് മിക്സഡ് പോർച്ചുഗീസ് ആൻഡ് ഇന്ത്യൻ ഡിസെൻറ്റിൽ വരുന്ന ഒരു വ്യക്തിയാണ്. സോ കാശി പ്രസാദ് ഘോഷ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്യുവർ ഇന്ത്യൻ എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം. ആൻഡ് ഹെൻറി ഡെറോസിയോയുടെ പോയിട്രി എന്ന് പറയുന്ന ഹാഫ് ഇംഗ്ലീഷും ഹാഫ് ഇന്ത്യനുമാണ്. തീംസ് ആണ്, സ്റ്റൈലൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ കാശി പ്രസാദ് ഘോഷിന്റെ എന്ന് പറയുന്ന തീം ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് വേർ പ്യുവർ ഇന്ത്യൻ ആയിരുന്നു. ആൻഡ് എക്സെപ്റ്റ് ഓൺലി ലാംഗ്വേജ്, മാറ്ററിലാണെങ്കിലും മാനറിലാണെന്നുണ്ടെങ്കിലും ഫുൾ ഇന്ത്യൻ സെൻസിബിലിറ്റീസ് ആയിരുന്നു ഇദ്ദേഹം എംപ്ലോയ് ചെയ്തിരുന്നത്. ആൻഡ് ഇന്ത്യൻ ബ്ലൈൻഡ് ഫെയ്ത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ നാച്ചുറൽ സീനറിയെ കുറിച്ച് ഒക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ആ ഒരു ഇന്ത്യൻനെസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോംസിനകത്ത്. സോ അദ്ദേഹത്തിന്റെ മറ്റ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോംസ് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പോയത്തിലോട്ട് കിടക്കാം. ടു എ യങ് ഹിന്ദു വിഡോ എന്ന് പറഞ്ഞൊരു പോം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ വിഡോസ് അനുഭവിക്കുന്ന അവരുടെ ആ ഒരു സഫറിങ്സും അവരുടെ ആ ഒരു കൈൻഡ് ഓഫ് അവർക്കെതിരെ ഉള്ളൊരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനും ഒക്കെയാണ് പറയുന്നത്. അതായത് അവരുടെ സോറോസ്, അവരുടെ സഫറിങ്സ്, സൊസൈറ്റിയുടെ ഒരു നെഗ്ലിജൻസ്, അതൊക്കെയായിരുന്നു ആ ഒരു പോയത്തിനകത്ത് അദ്ദേഹം ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം ഇന്ത്യൻ സൊസൈറ്റിയിൽ, അതായത് കാശി പ്രസാദ് ഘോഷിന്റെ ആ ഒരു ടൈം വരെ എന്ന് പറയുന്ന ഹിന്ദു വിഡോയ്ക്ക് ഒരു സെക്കൻഡ് മാരേജിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ആഫ്റ്റർ ഹർ ഹസ്ബൻഡ്സ് ഡെത്ത് എന്ന് പറയുന്നത് ഷീ മസ്റ്റ് കംപ്ലീറ്റ്ലി ലിവ് എ ലൈഫ് എലൂഫ്, അതായത് ബാക്കി ഒരു സൊസൈറ്റിയിൽ നിന്ന് വിട്ടുമാറി ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ ഹേറ്റ്രഡ്നെസ് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു വിഡോസിനൊന്നുണ്ടായിരുന്നത്. അപ്പം അവരുടെ എല്ലാ ജീവിതത്തിലെ ജോയ്സും കംഫോർട്ട്സും എല്ലാം കളഞ്ഞിട്ട് വേണം മാറി ഇങ്ങനെ ജീവിക്കാനെന്നുള്ളത്. സോ ആ ഒരു വിഡോഹുഡ് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ അത് ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു ട്രാജഡി തന്നെയാണ്, ഒരു ലിവിങ് ട്രാജഡി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ലിവിങ് ഡെത്ത് ആയിരുന്നു. ഓക്കെ, അപ്പം ആ സോറോസും സഫറൻസും എല്ലാം തീരുന്നത് ഡെത്തിലാണ്. ആൻഡ് ദെൻ there were other poets also who wrote about India. പക്ഷെ ആ ഒരു വിഡോയുടെ സഫറൻസിനെ കുറിച്ച് ആദ്യമായിട്ട് എഴുതിയതെന്ന് പറയുന്നത്, അതൊരു പോയത്തിന്റെ രൂപത്തിലോട്ട് കൊണ്ടുവന്നത് ആ ഒരു ഇനിഷ്യൽ ഡേയ്സിൽ അദ്ദേഹമായിരുന്നു. അനദർ വൺ ഇസ് ദ ഷയർസ് ഫെയർവെൽ സോങ്. അതൊരു ഇമ്പോർട്ടൻറ്റ്, അതൊരു നാച്ചുറൽ ബ്യൂട്ടിയെ കുറിച്ച്, അതായത് നമ്മുടെ ഇന്ത്യയുടെ നാച്ചുറൽ ബ്യൂട്ടിയെ പ്രേസ് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു പോമാണത്. അപ്പോൾ പോയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സീ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫ്, നാച്ചുറൽ ലൈഫ് ആണെന്നുണ്ടെങ്കിലും അതിന്, അതായത് നമ്മുടെ മദർലാൻഡ്, നാച്ചുറൽ സീനറി, അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു പ്രേസിംഗ് ആണ് ആ ഒരു പോയത്തിനകത്തുള്ളത്. നമ്മുടെ ലാൻഡിന്റെ ബ്യൂട്ടിയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ആ പോയത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അത് റിയലിസ്റ്റിക് ആയിട്ടും വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു പോമാണത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടു എ ഡെഡ് ക്രോ. ഡെഡ് ക്രോ എന്ന് പറയുന്നത് അനദർ ഇമ്പോർട്ടൻറ്റ് പോമാണ് ഇദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഇന്ത്യൻ വൈൽഡ് ബീയിങ്സ്, അതായത് എസ്പെഷ്യലി ആ ഒരു ഇന്ത്യൻ ബേർഡ്, ആ ഒരു ഇന്ത്യൻ വൈൽഡ് ബീയിങ്സിനോടുള്ള ഒരു കൈൻഡ് ഓഫ് ഇഷ്ടമാണ് ഇതിനകത്ത് കാണിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ക്രോ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് വൈൽഡ് ബേർഡാണ് അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ബേർഡ്, ആ ഒരു ബേർഡിനെ ആണെങ്കിൽ ആ ഒരു ബേർഡിൻ്റെ വോയിസ് ആണെന്നുണ്ടെങ്കിലും വളരെ ഓസ്പീഷ്യസ് ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കാറില്ല. വളരെ ഇൻഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ബേർഡാണ് ക്രോ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പോയറ്റിനാണെന്നുണ്ടെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് അബൌട്ട് ക്രോസിനെ കുറിച്ചുള്ളത്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്: ക്രോയെ വിളിക്കുന്നത് ഗേ മിൻസ്ട്രൽ ഓഫ് ദി ഇന്ത്യൻ ക്ലൈം എന്നാണ്. ഗേ മിൻസ്ട്രൽ എന്ന് വെച്ചാൽ ഹാപ്പി സിംഗർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ പോയറ്റ് സിമ്പതൈസസ് വിത്ത് എ ക്രോ ആണ് ഈ ഒരു പോയത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത്. ദർ ആർ അതർ പോയറ്റ്സ് ഹു റോട്ട് പോയട്രി അബൌട്ട് അല്ലെങ്കിൽ ഹു റോട്ട് പോയട്രി ഇൻ പ്രൈസ് ഓഫ് കുക്കൂസ്, സ്കൈലാഗ്സ് ആൻഡ് പീകോക്സ്. പക്ഷേ കാശി പ്രസാദ് ഘോഷ് ആയിരുന്നു ഒരു അഗ്ലി അല്ലെങ്കിൽ ഇന്നോസ്പീഷ്യസ് ബേർഡ് പോലെ നമ്മൾ കാണുന്ന ക്രോയെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു പോം എഴുതിയത് ഇന്ത്യയിൽ. അപ്പം മേജർ തീംസ് എന്ന് പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിൻ്റെ മേജർ തീംസ് അല്ലെങ്കിൽ മെയിൻ ഇന്ത്യ തീംസ് എന്ന് പറയുന്നത് എല്ലാം എന്താണ്? ലവ് ഫോർ മദർലാൻഡ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പേട്രിയോട്ടിക് ആയിട്ടുള്ള ഒരു ഇൻഡോ ആംഗ്ലിയൻ പോയിറ്റ് എന്ന് വിളിക്കാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ പോംസിനകത്തുള്ള മെയിൻ ടോൺ എന്ന് പറയുന്നത് പേത്തോസ് ആണ്.
ഇപ്പം സിമ്പതി വെച്ചിട്ടുള്ള ഒരു എഴുത്താണ് ഇദ്ദേഹം. അതായത് നമ്മൾ കുറച്ച് വെറൈറ്റി ടോപ്പിക്സ് ആണ് ഇദ്ദേഹം എടുക്കുന്നത്. മാർജിനലൈസ്ഡ് ആയിട്ട് നമ്മൾ കാണുന്ന പല കാര്യങ്ങളെയും എടുത്തിട്ടാണ് ഇദ്ദേഹം പോയമായിട്ട് എഴുതുന്നത്. അവരെയൊക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. വിഡോസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ക്രോയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ മെയിൻ സ്ട്രീമിലോട്ട് അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് തീംസ് അല്ല, ടോപ്പിക്സ് അല്ല അതൊന്നും. സോ അതിനെക്കുറിച്ച് പോംസ് എഴുതിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ആ മദർലാൻഡിലുള്ള എല്ലാ ഒബ്ജക്ട്സിനെ കുറിച്ചും ബീയിങ്സിനെ കുറിച്ചും എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. സോ ഇദ്ദേഹത്തിന്റെ സ്റ്റൈലും ഇന്ത്യൻ സ്റ്റൈലായിരുന്നു. പോയറ്റ്സ് ബിഫോർ ഹിം ആൻഡ് പോയറ്റ്സ് ആഫ്റ്റർ ഹിം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ സ്റ്റൈൽ യൂസ് ചെയ്ത് ഒരുപാട് ഇംഗ്ലീഷ് പോയറ്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് എന്താണ്, ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ആൻഡ് ഇമേജറി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്താണ്, ഇന്ത്യൻ ഇമേജറി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേറ്റീവ് ഇമേജറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജസ് ഒന്നും അല്ല അദ്ദേഹം യൂസ് ചെയ്തത്. വിഷ്വൽ ഇമേജറിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ബിക്കോസ് വെൻ വി റീഡ് ദോസ് ലൈൻസ് അല്ലെങ്കിൽ വെൻ വി റീഡ് ദോസ് ലിറിക്സ് നമുക്ക് അതിന്റെ ആ ഒരു വിഷ്വൽ പിക്ചർ നമ്മുടെ മൈൻഡിൽ കിട്ടും. ഇമേജസ് എല്ലാം സിമ്പിൾ ആണ്. അപ്പോൾ ഫാക്ട് പക്ഷേ പറയുന്ന ആ ഇമേജസിലൂടെ പറയുന്ന ഫാക്ട് ആണെങ്കിലും ഫീലിംഗ് ആണെങ്കിലും ഐഡിയാസ് ആണെന്നുണ്ടെങ്കിലും അതെല്ലാം വളരെ വിവിഡാണ്. റീഡേഴ്സിന് അതെല്ലാം നമ്മുടെ കൺമുമ്പിൽ ഹാപ്പൻ ചെയ്യുന്ന പോലെ തന്നെ തോന്നും. അപ്പോൾ കാശിപ്രസാദ് ഘോഷിനെ നമുക്ക് ഫസ്റ്റ് ഇൻഡോ ആംഗ്ലിയൻ പോയട്രി എന്ന് നമുക്ക് പറയാം. അതായത് അദ്ദേഹത്തിന്റെ പോയട്രി ഫുള്ള് നാഷണൽ സെൻസിബിലിറ്റീസ് ആയിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഇതാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നൗ വി ക്യാൻ എൻറ്റർ ഇൻ ടു ദി സമ്മറി ഓഫ് ദി പോയം. ഈ ഒരു പോയത്തിന്റെ തീം എന്ന് പറയുന്നത് ലവ് ആൻഡ് ഡെത്ത് ആണ്. ഒരു എലിജിയാക് നോട്ടുണ്ട്, ഒരു എലിജി പോലാണ് എഴുതിയിരിക്കുന്നത്. എലിജി ഇസ് അഡ്രസ് ടു എ ഡെഡ് പേഴ്സൺ, അല്ലെ ഒരു കൈൻഡ് ഓഫ് ഡെഡ് സോങ് പോലെ. അപ്പോൾ അത് സോങ് ഓഫ് ഡെത്ത്. അപ്പം ഇത് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ക്രോയ്ക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പോമാണത്. ഇതും സിമ്പിൾ ഡിക്ഷനിൽ തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ബാക്കി എല്ലാ പോംസ് പോലെ തന്നെ 4 സ്റ്റാൻസാസ് ആണുള്ളത്. ഈച്ച് സ്റ്റാൻസ എന്ന് പറയുന്നത് ഓരോ തോട്ടും ഓരോ ഫീലിംഗുമാണ് ഈ ക്രോയെ കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പോയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള ഒരു ക്രോയുടെ അവസ്ഥ എന്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പോയിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ക്രോയെ ഒരു ഗേ മിൻസ്ട്രൽ എന്നാണ് വിളിക്കുന്നത്. അതായത് ചിയർഫുൾ ആയിട്ടുള്ള ഒരു സിംഗിങ് ബേർഡ് ആണ് ഇന്ത്യയിലെ ക്രോ എന്ന് പറയുന്നത്. ആൻഡ് അത് ജീവിച്ചിരുന്ന സമയത്തെന്ന് പറയുന്നത് അത് എല്ലാ ദിവസവും രാവിലെ അതിന്റെ നെസ്റ്റിൽ നിന്ന് ഇറങ്ങി കോ എന്ന് കരഞ്ഞ് പോയറ്റിനെ അയാളുടെ സ്ലീപ്പിൽ നിന്ന് ഉണർത്തുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പോയറ്റിന് ശരിക്കും പറഞ്ഞാൽ ഈ ക്രോയുടെ സൗണ്ട് ഹേറ്റ് ചെയ്തിരുന്നു. ആൻഡ് ടു അവോയ്ഡ് ദി സൗണ്ട് ഓഫ് ക്രോ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്, ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങി കുറച്ച് എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് അദ്ദേഹം തന്നെ കണ്ടെത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന് അവിടെ ഒരു സ്പേഷ്യസ് പീസ് ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ടാങ്കിന്റെ തൊട്ടടുത്ത് വേരിയസ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്, അതായത് ലില്ലീസ്, ജാസ്മിൻ, റോസസ് ഒക്കെ വളരുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഗാർഡനിൽ. സോ ഈ ഗാർഡനിൽ തന്നെ ഒരുപാട് ട്രീസ് ഉണ്ടായിരുന്നു. ആൻഡ് എമിഡ്സ് ദിസ് ട്രീസ് ദ ക്രോ അതിന്റെ നെസ്റ്റ് ഏതോ ഒരു ട്രീക്കകത്തായിരുന്നു ബിൽഡ് ചെയ്തിരുന്നത്. സോ ക്രോ ഡെയിലി ലേബർ കഴിഞ്ഞിട്ട്, അതായത് അതിന്റെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ക്രോ എന്ത് ചെയ്യണം, ആ ഒരു നെസ്റ്റിലായിരുന്നു റെസ്റ്റ് എടുത്തിരുന്നത്. പക്ഷെ സഡൻലി വൺ ഡേ ദ ക്രോ ഡൈഡ്. സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ദ ക്രോ ഡിഡ് ഡ്യൂറിങ് ദ ഡേയ്സ് ഇറ്റ് വാസ് ലിവിങ്. അതിന്റെ ജോലികൾ എന്തൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. അതെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പോയറ്റ് ഡെഡ് ക്രോയെ നോട്ടീസ് ചെയ്യുവാണ് ആ സമയത്ത്. ആൻഡ് എന്നിട്ട് അതിന്റെ പാസ്റ്റിലോട്ട് പോവുകയാണ്. അതായത് ഇദ്ദേഹത്തിന്റെ മീലിന്റെ അവശിഷ്ടങ്ങളും എച്ചിലും എല്ലാം ഇതായിരുന്നു തിന്നുന്നത്. ആൻഡ് റബ്ബിഷിൽ നിന്നായിരുന്നു ഇതിന്റെ ഫുഡ് അത് കഴിക്കുന്നത്. ആൻഡ് ഇപ്പോൾ അതിന്റെ ഐസ് ആണെന്നുണ്ടെങ്കിലും ഐസ് വളരെ സ്റ്റില്ലാണ്, കണ്ണുകൾ സ്റ്റില്ലാണ്. ആൻഡ് എന്നേക്കുമായിട്ട് കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. അതിന്റെ ബീക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ആക്റ്റീവ് അല്ല, അല്ലേ? കാരണം അത് നേരത്തെ എന്ന് പറയുന്നത് ഡെഡ് ബോഡീസിനകത്തുന്നുണ്ടെങ്കിൽ അഴുകിയ ഭക്ഷണങ്ങളിൽ നിന്നൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ ബീക്ക് ഇപ്പോൾ ആക്റ്റീവ് അല്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഡെഡ് നൗ. ആൻഡ് ഇപ്പോൾ അത് എലിയെ പിടിക്കാനോ, അതായത് പോയറ്റിന്റെ വീട്ടിൽ നിന്ന് എലിയെ പിടിക്കാനോ ഒന്നും ആ ക്രോ ചെയ്യുന്നില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ ലിവ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഡെഡ് ആയതുകൊണ്ട് ഇറ്റ് വിൽ നെവർ കം ഇൻ ദി സൺലൈറ്റ്. അതായത് ഇനി ഒരിക്കലും സൂര്യനെ വരുമ്പോൾ, അതായത് ഈ കാക്ക കരയാനോ അല്ലെങ്കിൽ ഈ കാക്കയുടെ കരച്ചിലിനി എനിക്ക് ഒരിക്കലും ഇയാൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുവാണ്. ദ പോയറ്റ്സ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, ഈ ഒരു തേർഡ് സ്റ്റാൻസയിൽ ഡെഡ് ക്രോയെ കുറിച്ചുള്ള പോയറ്റിന്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ഡെത്ത് ക്രോയ്ക്ക് വരെ വന്നു എന്നാണ് പറയുന്നത്. ഡെത്ത് ഇപ്പോൾ ക്രോയുടെ സോളിനെ എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. ആ ഡെത്തിന്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ആരോ ക്രോയുടെ നെഞ്ചത്തും കയറിയിരിക്കുന്നു. അതായത്
ക്രോയെയും മരണം കൊണ്ടുപോയി എന്ന് പറയുവാണ്. ക്രോയുടെ ഹാർട്ടിലാണ് ഡെത്തിന്റെ ആ ഒരു ആരോ പിയേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈഫ് ഇല്ലെങ്കിൽ പോലും ആ ക്രോയുടെ ബോഡിക്ക് ഇപ്പോഴും സ്റ്റിൽ വാം ആണെന്നാണ് പറയുന്നത്. ആ ക്രോയുടെ കണ്ണുകൾ ഇപ്പോഴും ഓപ്പൺ ആണ്. അതിനെ കാണുമ്പോൾ നമുക്ക് എലൈവായിട്ട് തോന്നുന്നു. പക്ഷേ ക്രോ ഡെഡാണ്. ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്? ഡെത്തിനെന്ന് പറയുമ്പം ഡെത്ത് വരുമ്പോൾ നമുക്കൊരു ഫോമും ഒരു ഫീച്ചേഴ്സും ഇല്ല, അല്ലേ? ഒരു കൈൻഡ് ഓഫ് അഗ്ലിനെസ് തന്നെയാണ് ഡെത്തിനും ഉള്ളത്. അപ്പോൾ ജീവിച്ചിരുന്നപ്പോഴും ഈ ക്രോയ്ക്ക് ഒരു അഗ്ലിനെസ് ഉണ്ടായിരുന്നു എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നു. മരിച്ചപ്പോഴും അതേ അഗ്ലിനെസ് തന്നെയാണ് ഇപ്പോഴും സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഫോർത്ത് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പോയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന എന്തിനെക്കുറിച്ചായിരിക്കും? ഡെത്തിനെ കുറിച്ചാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വിഡോസിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇദ്ദേഹം പറയുന്നുണ്ട്, വിഡോസിന്റെ സഫറിങ്സിനൊക്കെ ഒരു എൻഡ് വരുന്നത് ഡെത്ത്, അവർക്ക് ആ ഡെത്ത് വരുമ്പോഴാണ്. സോ ഇതുപോലെ തന്നെയാണ് ഡെത്ത്. ക്രോയുടെ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് അദ്ദേഹം ഡെത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഡെത്ത് ഇപ്പോൾ പോയിറ്റിന് വരുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണ് അടഞ്ഞിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സോൾ എന്ന് പറയുന്ന, ആത്മാവെന്ന് പറയുന്ന ഈ ഏർത്ത്ലി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, ബോണ്ടേജിൽ നിന്ന് ഫ്രീ ആയിട്ട് അദ്ദേഹത്തിന് ഹെവനിൽ പോകണം അല്ലെങ്കിൽ എറ്റേണിറ്റിയിൽ പോകണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആവശ്യമില്ലാത്ത യാതൊരു വിധത്തിലുള്ളൊരു മെറ്റീരിയലിസ്റ്റിക് തിങ്സുമായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ളൊരു കണക്ഷൻ ഏർത്തുമായിട്ട് പിന്നെ വേണ്ട ആഫ്റ്റർ മൈ ഡെത്ത് എന്നാണ് പറയുന്നത്. ബിക്കോസ് ആ ക്രോയുടെ ഡെഡ് ബോഡി ഇപ്പോഴും സ്റ്റിൽ അവിടെ തന്നെ കിടക്കുകയാണ്. സോ ഐ ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു ലേ ലൈക്ക് ദാറ്റ് ഈവൻ ആഫ്റ്റർ മൈ ഡെത്ത് എന്നാണ് പറയുന്നത്. എൻ്റെ കണ്ണുകൾ ക്രോയെ പോലെ തുറന്നിരിക്കരുത്, അടഞ്ഞു തന്നെ ഇരിക്കണം. പിന്നെ അതുപോലെ തന്നെ പോയറ്റിന്റെ ബോഡി എന്ന് പറയുന്നത് അതായത് എർത്തിന്റെ ലാപ്പിൽ, അതായത് എർത്തിൽ ആരെങ്കിലും കുഴിച്ചിടണം ബോഡി എന്ന് പറയുവാണ് ആഫ്റ്റർ ഹിസ് ഡെത്ത്. ആൻഡ് ദെൻ സോ ആഫ്റ്റർ ദാറ്റ് എന്താണ്? ആഫ്റ്റർ ഹിസ് ഡെത്ത് പോയിറ്റിന് ഒരിക്കലും ഒരു വേഴ്സോ ഒരു പോയമോ ഒന്നും കമ്പോസ് ചെയ്യാൻ സാധിക്കുകയില്ല. പബ്ലിക്കിനെ പ്ലീസ് ചെയ്യാനും സാധിക്കുകയില്ല അദ്ദേഹത്തിന്റെ റൈറ്റിങ്ങിലൂടെ, അല്ലേ? ആൻഡ് ഹിയർ ദ പോയറ്റ് തിങ്സ് ദാറ്റ് വൈൽ ദ ക്രോ വാസ് ലിവിങ്, പോയറ്റ് വിചാരിച്ചത് അതിന്റെ വോയിസ് വളരെ ഹാർഷും അൺലക്കിയും ആയിരുന്നു. സോ ഹി ഹേറ്റഡ് ദ വോയിസ് ഓഫ് ദ ക്രോ. പക്ഷേ ക്രോ മരിച്ചു കഴിഞ്ഞപ്പോൾ പോയറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോയിസിൽ ഒരു ജോയ് അല്ലെങ്കിൽ ഡിലൈറ്റ് ഉണ്ടായിരുന്നു. എന്നും രാവിലെ കേൾക്കുമായിരുന്നല്ലോ. ആ ഒരു വാക്യൂം ഇപ്പോൾ ആർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? പോയറ്റിന് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഗുഡ്. അപ്പം ഇത് തന്നെ ആയിരിക്കും എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ വേഴ്സസിനും അല്ലെങ്കിൽ പോംസിനും ഇത് തന്നെയാണോ ഫെയ്റ്റ് എന്നാണ് ഇപ്പോൾ നമ്മുടെ പോയറ്റ് ചിന്തിക്കുന്നത്. And at last the poet thinks that if he meets death at this moment, then this will be his last poem. അല്ലേ? ഇതിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് മരണം വരുന്നതെന്ന് വെച്ചാൽ ടു എ ഡെഡ് ക്രോ എന്നുള്ളതായിരിക്കും ഇദ്ദേഹത്തിന്റെ അവസാനത്തെ പോം എന്ന് പറയുന്നത്. സോ ഹീസ് ആക്ച്വലി കൈൻഡ് ഓഫ് ആന്റിസിപ്പേറ്റിംഗ് വാട്ട് വിൽ ഹാപ്പൻ ടു ഹിസ് വേഴ്സസ്, അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ റിയാക്ഷൻ ഓഫ് ദി ഓഡിയൻസ് ടുവേർഡ്സ് ഹിസ് വേഴ്സസ് ഈവൻ ആഫ്റ്റർ ഹിസ് ഡെത്ത്. സോ ഫ്രം ദി എബോവ് അനാലിസിസ് ഓഫ് ദ പോം ഇറ്റ് ഇസ് സീൻ ദാറ്റ് ഈ ഒരു പോം ഒരു നേച്ചർ പോയമാണ്. അതിനകത്തൊരു കുറച്ച് നോട്ട് ഓഫ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മിസ്റ്റിസിസം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ആ ഒരു ഫീലിംഗ് ടുവേർഡ്സ് എ ഡെഡ് ക്രോ, അതെന്ന് വെച്ചാൽ ഒരു സില്ലി മാറ്റർ ആണെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇദ്ദേഹം ഡെത്തിനെ കുറിച്ചൊക്കെയാണ് റീഡേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു പോകുന്നത്. ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇദ്ദേഹം യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസയിലും തേർഡ് സ്റ്റാൻസയിലും എല്ലാം വിഷ്വൽ ഇമേജസ് അദ്ദേഹം കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു പോയത്തിനകത്തുള്ള ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത്. സോ വെൻ യു റൈറ്റ് ആൻ എസ്സേ അല്ലെങ്കിൽ എസ്പെഷ്യലി വെൻ യു റൈറ്റ് ആൻ എസ്സേ, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ വേറെ 2 വർക്ക്സും കൂടി മെൻഷൻ ചെയ്ത് അതിനകത്ത് വരുന്ന കാര്യം കൂടി പറഞ്ഞിട്ട് വേണം നമ്മുടെ ഈ ഒരു പോയത്തിനകത്തോട്ട് കടക്കാൻ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.